കഷ്ടം. ഇതൊക്കെ തെറ്റി വിചാരിക്കാം. അതൊക്കെ എനിക്ക് തെറ്റാണോ ശരിയാണോ എനിക്കറിയില്ല. എനിക്കറിയാത്ത ഞാൻ തെറ്റാന്ന് പറയുന്നത് ശരിയാകാം. ഇനിയിപ്പോ അത് ശരിയായില്ല എന്നുള്ളതിന്റെ മാക്സിമം എന്താ വരിക? ഒന്നുകിൽ ഡൈവേഴ്സ് ഇറക്കും അല്ലേ? അതിപ്പോ നടക്കണില്ലേ? അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ഒന്നുകിൽ ഡിവോഴ്സ് നടക്കും, അല്ലെങ്കിൽ മരണം നടക്കും. അതൊക്കെ ഇപ്പൊ നടക്കുന്നില്ല എന്നത് ആധികാരികമായി കുണ പറയുകയാണ് തെച്ചി. എന്തായാലും പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ. എങ്ങനെയും ഹിന്ദുക്കളുടെ നമ്പേഴ്സ് കൂട്ടണം. ലോകത്തെവിടെയും ഇല്ലാത്ത മന്ദബുദ്ധികളെല്ലാം കൂടെ കുത്തിക്കേറിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ പറയുന്ന BJP. എൻ്റെ പൊന്നു വാനര ജന്മങ്ങളെ, രാജ്യത്ത് 80% വരുന്നത് ഹിന്ദുമത വിശ്വാസികളാണ്. ശതമാനത്തിൽ ആളെ കൂട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് സ്വച്ഛമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. നല്ല രാഷ്ട്രീയം പറയുക. നല്ല രാഷ്ട്രീയവും ജനനന്മ പ്രവർത്തികളും ചെയ്താൽ അവർ നിങ്ങളെ ജയിപ്പിച്ചു വിടും. അതിന് വേണ്ടിയിട്ടൊരു ശുനായും കൊണ്ടൊന്നും തള്ളേണ്ട കാര്യമൊന്നുമില്ല. ഹിന്ദുമതം ഒരു സംസ്കാരമാണ്. അത് എല്ലാ മതവിഭാഗങ്ങളും അനുസരിച്ച് പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ മതവിഭാഗം അഡ്രസ്സ് ചെയ്യുന്നത് നിക്കാഹാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ പെണ്ണിന് മഹർ കൊടുക്കും, എന്നിട്ട് കെട്ടും. നിങ്ങൾക്ക് എത്ര മുസ്ലിം വിവാഹങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടിട്ട് കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. വിവാഹം ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡ്രസ്സ് കൊണ്ടു കൊടുക്കും, പുടവ കൊടുക്കൽ, മാലയിട്ട് കല്യാണം കഴിക്കൽ. ഇതൊക്കെ ഈ പറയുന്ന ഹിന്ദു സംസ്കാരത്തിൽ നിന്നുള്ളതാണ്. ചന്ദനക്കുടം കയറ്റുന്നുണ്ടല്ലേ, ആനയൊക്കെ എഴുന്നള്ളിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഹിന്ദുമത സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഇവർ കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ലേ? അങ്ങനെ വിസിട്ട് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി മോതിരം ഇടുകയാണ്, അവിടെ താലികെട്ട് പോലും ഇല്ല. അത് ഇവിടുത്തെ കസ്റ്റമാണ്. ആ താലികെട്ടൽ എന്ന ചടങ്ങ് ഹിന്ദുമത വിശ്വാസത്തിന്റെ സംസ്കാരമാണ്. അവർക്ക് അങ്ങനെയില്ല. അവർ റിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. അതും കോപ്പി അടിക്കുന്നില്ലേ? അപ്പോൾ ഏകദേശം നിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യരിവിടെ ജീവിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ മതം വിട്ട് അങ്ങോട്ട് വരുന്നുമുണ്ട്, അതുമുണ്ട്. ഏറ്റവും കൂടുതൽ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ക്രൈസ്തവരാണ് മതം വിശ്വാസം വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇവിടെയും ഉച്ചനീചത്തോണം അവിടെയും ഉച്ചനീചം, എന്നാ പിന്നെ പിള്ളി ഇവിടെ കടകട്ടത് മുന്നോട്ട് ചാടുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൊണ്ടും ഓക്കെയായി ഐക്യമായി നിൽക്കുന്ന ഒരിടത്തേക്ക് അനാവശ്യമായ ചിന്താധാരകൾ കുത്തിക്കയറ്റി വർഗീയത പരത്തുന്ന നിങ്ങളുടെ പാർട്ടി വർഗീയ പാർട്ടി തന്നെയാണ്. നിങ്ങൾ എന്ത് നരേഷൻ പറഞ്ഞാലും, ഇതിനകത്ത് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും, യു പീപ്പിൾ ആർ റോങ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് കേരള സ്റ്റോറി. ഇവിടെ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്, ബോധവും വിവരവുമുള്ള കുട്ടികളാണ്. ഇതുവരെയുള്ള ജനറേഷൻ പോലെയുള്ള ഇനിയുള്ളത് സി ജനറേഷൻ നമ്മളൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. പള്ളി ഒരു രക്ഷയില്ലാത്ത പിള്ളേരാ. അവർ നിങ്ങൾക്ക് മറുപടി തരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. അപ്പോൾ നേപ്പാളിൽ സംഭവിച്ചത് കണ്ടില്ലേ? അതുപോലൊരു സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോൾ പഠിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് എക്കാലത്തും ഇപ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അവിടെ കയറി കുത്തിയിരിക്കാം, അവിടെ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരത്തില്ല എന്നൊരു ഭയങ്കര മധുര പ്രതീക്ഷയിലാണ് കയറി കുത്തിയിരിക്കുന്നത്. ആ പ്രതീക്ഷയൊക്കെ ആ സ്ഥാനത്തേക്ക് ആകുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ തെളിയിക്കുന്നത്. കാത്തിരുന്ന് കളി കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.